തമിഴ്നാട് മന്ത്രിസഭയിൽ പുനഃസംഘടന. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 3:30 നടക്കും എന്നുള്ളതാണ് വിവരം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നു. വിവരങ്ങൾ എന്താണ്? സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിവരങ്ങളും പുനഃസംഘടന ഏതു തരത്തിൽ? മുഹമ്മദ് റഹീസ്. ടി.കെ. നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇത്തരത്തിലൊരു മന്ത്രിസഭയിലുള്ള ഒരു മാറ്റം. പക്ഷേ ഇങ്ങനെ അർദ്ധരാത്രിയിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും നാളെ അതിവേഗം 24 മണിക്കൂറിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ള തരത്തിലൊന്നുമുള്ള ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്തായാലും വളരെ വൈകിയാണ് ഇന്ന് രാജ്ഭവന്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ഉദയനിധി സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി മന്ത്രിസഭയിലേക്ക് വരുന്നു. അദ്ദേഹം നേരത്തെ യുവജന വകുപ്പ് മന്ത്രിയൊക്കെയാണ്, കായിക വകുപ്പിൻ്റെ ഒക്കെയും ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ നൽകിക്കൊണ്ട് ഉപമുഖ്യമന്ത്രിയാക്കി മാറ്റിയിരിക്കുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു തലമാറ്റം ഒരു തലമുറ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ പ്രതീക്ഷിക്കപ്പെട്ട പോലെ തന്നെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഇന്നലെ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ സെന്തിൽ ബാലാജി, അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതും സുപ്രധാനമായ വാർത്തയാണ്. കാരണം ഈ മന്ത്രിസഭയിൽ അംഗമായി ഇരിക്കെയാണ് അദ്ദേഹത്തിന് അഴിമതി കേസുമായി ബന്ധപ്പെട്ട്, അത് ഈ സർക്കാരിൻ്റെ കാലത്തല്ല, മറിച്ച് ജയലളിത സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് ED അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നാലെ ജാമ്യവുമായി എത്തിയ സെന്തിൽ ബാലാജി, അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നു. ഒപ്പം തന്നെ ഡോക്ടർ ഗോവി, അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ SM നാസർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അങ്ങനെ 4 പുതിയ മന്ത്രിമാർ തമിഴ്നാടിന് ഉണ്ടായിരിക്കുന്നു. ഈ 4 പേർക്ക് സ്ഥാനം ലഭിച്ചപ്പോൾ മന്ത്രിസ്ഥാനം തെറിച്ച 4 പേരുണ്ട്. അതിൽ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കൃത്യമായി ഈ 4 മന്ത്രിമാരുടെ പേരും. അതായത് മനോ തങ്കരാജൻ, ഒപ്പം തന്നെ KS മസ്താൻ, അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ, ഈ 3 മന്ത്രിമാർ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 3 മന്ത്രിമാർ ഇവരുടെ 3 പേരുടെയും സ്ഥാനം നഷ്ടമായിരിക്കുന്നു. നേരത്തെ ഈ തമിഴ്നാട് മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് കൂടി മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു അതിൻ്റെ ഒരു ആകെ അംഗസംഖ്യ അനുസരിച്ച് അത്രയും കൂടി മാത്രം 35 പേർക്ക് എന്നിരിക്കെ ഇപ്പോൾ തന്നെ 34 മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പുതിയ മന്ത്രിമാരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അത് മാത്രവുമല്ല ഈ IPS, അപ്പോൾ അങ്ങനെ എന്തായാലും നാളെ വൈകിട്ട് 3:30 ഇപ്പോൾ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. ടി.കെ. ശരി, മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നു. സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്.